ടു ലെജൻസ്. നമ്മുടെ ചുരിദാറിന്റെ വീഡിയോ ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ടാസറിന്റെ ഐറ്റംസ് ആട്ടോ. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ടാസറിന്റെ കുറച്ച് കളക്ഷൻ കാണിക്കാമെന്ന് വെച്ചു. ഫസ്റ്റ് കളർ ഇതാട്ടോ വരുന്നത്. ഇത് നല്ല രസമുള്ള ഐറ്റംസ് ആണ്. നമുക്ക് പ്ലെയിൻ അല്ല, ടോപ്പിന്റെ യോക്ക് പോർഷനിലാണെങ്കിലും ദുപ്പട്ടയുടെ ബോർഡേഴ്സിലാണെങ്കിലും ഇങ്ങനെ കളർ ഡിഫറെന്റ് ആയിട്ട് യെല്ലോയും ഒരു ബ്രിക്ക് ഷെയ്ഡും ആഷും ബ്ലൂ മിക്സ് ആയിട്ടുള്ള ആഷ് കളർ എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ആട്ടോ. ഇത് പ്യുവർ ടെസറാണ് ഫാബ്രിക്. നോർമൽ നമ്മുടെ സെമി ഐറ്റം ഒന്നുമല്ല, പ്യുവർ ആയിട്ടുള്ള ടെസർ സിൽക്കാണ്. അപ്പോൾ അതുകൊണ്ട് റേറ്റ് ഉണ്ട്. കാരണം ഇത് യൂസ് ചെയ്യുന്നവർക്ക് അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു മിക്കവർക്കും തന്നെ അറിയായിരിക്കും. പ്യുവർ ടെസർ എന്തായാലും ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. 4000 5000 എബോവിലോട്ടാണ് ഇപ്പോൾ എല്ലാം ഐറ്റംസ് വരുന്നത്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. നോർമൽ വാഷ് ചെയ്യേണ്ട, എല്ലാം ഡ്രൈ വാഷ് മാത്രമേ പറ്റുള്ളൂ. പ്യുവർ സിൽക്കിന്റെ തന്നെ ആ ഒരു ഇതായതുകൊണ്ടാണ് കേട്ടോ നമുക്ക് അതുകൊണ്ട് അത്രയും പറഞ്ഞു തരുന്നത്. നമുക്ക് വാഷ് ചെയ്ത് നോർമൽ വാഷ് ചെയ്യുന്നവരുണ്ട്, പക്ഷെ അത്രയും കെയർഫുൾ ആയിട്ടൊക്കെ നോക്കുന്നവർക്കേ അത് അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഡ്രൈ വാഷ് തന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. ഇത് ഫ്രണ്ട് പോർഷനിൽ ഇത് യോക്ക് ആക്കണമെങ്കിൽ താഴെയാക്കി തയ്ക്കാം കേട്ടോ. കളർ മെയിൻ ഷെയ്ഡ് വരുന്നത് ഒരു മസ്റ്റാർഡ് ടൈപ്പ് ഒരു യെല്ലോ ഷെയ്ഡാണ്. പക്ഷെ ഭയങ്കര തെളിഞ്ഞ് നിൽക്കത്തില്ല, ചെറിയൊരു തിളക്ക കൂളിൻ്റെ അകത്ത് കാണും. അത് ടെസറിന്റെ മെറ്റീരിയലിന്റെ ഒരു ഗുണം കേട്ടോ. ഒരു ഇച്ചിരി ഗ്ലേസിങ് കൂടുതൽ കാണിക്കും. പക്ഷെ നോർമൽ നമുക്ക് എപ്പോഴും ഇടാൻ പറ്റുന്ന സൈസ് ഒരു കളർ കോമ്പിനേഷനാണ്. നല്ല ഭംഗിയാണ്. ടെസർ ഇട്ടിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നല്ലതാണ്. കാരണം നമുക്ക് ആ ഒരു ഇടുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗി കൂടുതൽ നമുക്ക് കിട്ടും കേട്ടോ. മൊത്തത്തിൽ കാണാൻ അടിപൊളിയായിട്ടുള്ള സെറ്റുകളാണ്. അപ്പോൾ ഇതിന്റെ ബോട്ടം വരുന്നത് ഈ ഒരു ഗ്രേ ഷെയ്ഡ്. ബോട്ടം സിൽക്ക് വരത്തില്ല, കോട്ടൺ സിൽക്കാണ് ഫാബ്രിക്. കാരണം നോർമലി ബോട്ടം കൂടെ ഈ ഒരു ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഒത്തിരി കൂടിപ്പോവും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ബോട്ടം ആകുമ്പോഴത്തേനും അങ്ങനെ ഒത്തിരി ഡാമേജ് പെട്ടെന്ന് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നോർമലി കോട്ടൺ സിൽക്ക് ബോട്ടം വെക്കാറുള്ളത്. അപ്പോൾ ഇതിന്റെ ഫുൾ സെറ്റ് ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതിന്റെ നമ്പർ വരുന്നത് T819, റേറ്റ് 4690 4690. രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ല രസമുള്ളൊരു പർപ്പിൾ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇതിന്റെ പ്രിന്റിങ്ങിന് ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് ബാക്കിയെല്ലാം സെയിം ആണ്. ഇതുപോലെ ഒരു പാറ്റേൺ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതല്ലേ കുറച്ച് 2-3 ഷെയ്ഡ്സ് മിക്സ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ബോർഡർ വരുന്നത് ഈ രീതിയിൽ അത്യാവശ്യം ഒതുങ്ങിക്കിടക്കുന്ന സൈസ് മോഡലാണ്. ഭയങ്കര പറഞ്ഞല്ല, എന്നാൽ ഭയങ്കരമായിട്ട് ഒതുങ്ങിക്കിടക്കുന്ന പാറ്റേൺ അല്ല. വാഷിങ് കഴിയുമ്പോഴത്തേനും ഒന്ന് ഭയങ്കരമായിട്ട് ഒതുങ്ങി വരും. പക്ഷെ ഇത് നോർമലി നമുക്ക് ആ ഒരു അയൺ ചെയ്തൊക്കെ വരുമ്പോഴത്തേനും സ്റ്റാർച്ച് ചെറുതായിട്ട് മുക്കി ഒന്ന് അയൺ ചെയ്ത് വരുമ്പോഴത്തേനും ഈ ഒരു ലുക്കിലാണ് നിൽക്കുന്നത്. എന്നാൽ ഭയങ്കര പറന്ന് നിൽക്കത്തില്ല കേട്ടോ. ഇതിന്റെ ബോട്ടം വരുന്നത് ഈ ഒരു ഗ്രേ കളർ തന്നെയാണ്. നമ്മൾ മുമ്പേ കാണിച്ച ഗ്രേക്കാളും കുറച്ച് ഡിഫറെൻറ്റാണ്. ഇതിൻ്റെ അകത്തെ ആ ഒരു ഷെയ്ഡ് തന്നെയാണ് ബോട്ടത്തിന് കൊടുത്തേക്കുന്നത്. ഇതിന്റെ നമ്പർ T794, റേറ്റ് സെയിം തന്നെയാണ് കേട്ടോ. അടുത്താണ് നമുക്ക് അടുത്ത് വരുന്നത് നല്ല രസമുള്ള കോമ്പിനേഷൻ ആട്ടോ. ഒരു ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു ഓണിയൻ പിങ്കിന്റെ ഒരു ഷെയ്ഡാണ് നമുക്ക് മെയിൻ കളർ വരുന്നത്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മൾട്ടി കളർ ആയിട്ടുള്ള കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഗ്രീൻ ഉണ്ട്. താഴത്തോട്ടാക്കി തയ്ച്ചത് നല്ലതായിരിക്കും കേട്ടോ. കാരണം ആ ഒരു ഗ്രീൻ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ താഴത്തോട്ടാക്കി തയ്ക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ദുപ്പട്ട കാണുന്ന അടിപൊളിയാണ്. അതായത് ഇതുപോലത്തെ മുമ്പേ കാണിച്ച സെയിം പാറ്റേൺ തന്നെ, സെയിം അല്ലല്ലേ, ചെറിയ വ്യത്യാസമുണ്ട്. എല്ലാത്തിനും ചെറിയ ചെറിയ വേരിയേഷൻ കൊടുത്തിട്ടുണ്ട്. കളർ കോമ്പിനേഷൻ യോക്കിൽ കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതിന്റെ ബോട്ടം വരുന്നത് മസ്റ്റാർഡ് യെല്ലോ കോട്ടൺ സിൽക്ക് ഫാബ്രിക്. ഇതിന്റെ നമ്പർ പറയാം, T831, റേറ്റ് 4690. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആട്ടോ. ഇതുപോലെയാണ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് വീവിംഗ് ഒക്കെ നമുക്ക് ആ ഒരു ചെറിയ ചെറിയ വേരിയേഷൻസ് വരും കേട്ടോ. അതിന്റെ ഒരു നോർമൽ നാച്ചുറൽ ആയിട്ടുള്ള അതിന്റെ ഒരു ഭംഗി തന്നെയാണ്. ഇങ്ങനെ ഒരു ഇച്ചിരി ലൈറ്റ് ഡാർക്ക് ആയിട്ട് ആ വീവിങ്ങിന്റെ കുറച്ച് ഡിഫറൻസ് എല്ലാത്തിലും വരുന്നുണ്ട്. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതുപോലെ കേട്ടോ. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ. ബോട്ടം ഒരു ബ്രിക്ക് മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ്. ഇതിന് ബോട്ടം കൊടുത്തേക്കുന്നത് കോട്ടൺ സിൽക്ക് അല്ല, കോട്ടൺ തന്നെ കുറച്ചുകൂടെ ബ്ലെൻഡ് ചെയ്ത് ചെയ്തേക്കുന്നത് ലിനൻ കോട്ടൺ ബ്ലെൻഡഡ് ഫാബ്രിക് ആണ് ബോട്ടം കൊടുത്തേക്കുന്നത്. കറക്റ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ വേരിയേഷൻസിലാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ. ഇതിന്റെ ഫുൾ വ്യൂ ഇതാ ഇങ്ങനെ വരും. ഇതിന്റെ നമ്പർ വരുന്നത് T799, റേറ്റ് 4690. അടുത്ത കോമ്പിനേഷൻ ഇതാ കേട്ടോ. ഒരു ബ്ലൂവും ആഷും ഗ്രീനും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള കോമ്പിനേഷൻ. ബോട്ടം വരുന്ന ആഷ് കളർ. ഒരു എലഗന്റ് ലുക്ക് എപ്പോഴും നമുക്ക് ടെസറിനുണ്ട് കേട്ടോ. അത് ആ വെച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തയ്ച്ചിട്ട ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ ഇത് നമുക്ക് ഒത്തിരി വാഷ് ചെയ്യാൻ നമുക്ക് ഡ്രൈ ക്ലീനിങ് ആണെങ്കിലും ആദ്യമേ പെട്ടെന്ന് തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആംപാഡ് യൂസ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മെറ്റീരിയൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഒത്തിരി വേർക്കുന്നവരൊക്കെ ആണെങ്കിൽ ആംപാഡ് യൂസ് ചെയ്താൽ മതി. ആംപാഡ് നമുക്ക് ഉണ്ട് കേട്ടോ, ചോദിച്ചാൽ മതി വേണമെങ്കിൽ. അപ്പം അത് വെച്ച് യൂസ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ കൊണ്ട് ഡ്രൈ വാഷിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 3-4 പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഒന്ന് ഡ്രൈ വാഷ് ചെയ്ത് വെച്ചാൽ മതി. അതാകുമ്പോൾ അങ്ങനെ ആ ഒരു മെറ്റീരിയലിന് പ്രത്യേകിച്ച് ഒരു പ്രശ്നം വരത്തില്ല. പിന്നെ ടെസർ പ്യുവർ സിൽക്ക് പോലത്തെ ഐറ്റംസ് ഭയങ്കര ടൈറ്റ് ആയിട്ട് തയ്പ്പിക്കരുത്. കാരണം മെറ്റീരിയൽ അങ്ങനെ ആ ഒരു ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. നമുക്ക് ആ ഒറിജിനൽ ഐറ്റംസ് അല്ലെങ്കിൽ ഒരു 3000-4000 മേലോട്ട് എടുക്കുന്ന റേഞ്ചിലുള്ള ഐറ്റംസൊക്കെ ആണെങ്കിലും ഭയങ്കര ടൈറ്റ് ആയിട്ട് തയ്പ്പിക്കുമ്പോഴത്തേനും അതിന് ആ ഒരു സ്ട്രെച്ചബിലിറ്റി ക്യാരക്ടർ ചിലപ്പം ചില മെറ്റീരിയലിന് കാണില്ല. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ കുറച്ച് അകന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ലൈനിങ് ഒക്കെ ഇട്ടാണ് എല്ലാവരും തയ്ക്കാറുള്ളത്. അപ്പം നല്ല കൂടിയ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ, പക്ഷെ എനിക്ക് തോന്നുന്നു
ഒരു സ്റ്റാൻഡേർഡ് ഫീൽ വരുന്നതും ഭയങ്കര ടൈറ്റായിട്ട് തയ്ക്കുന്നേക്കാളും ഒരു നമ്മുടെ നോർമൽ സൈസിൽ തന്നെ തയ്ച്ചിരുന്നായിരിക്കും കാണാൻ ഭംഗി. ഒത്തിരി ടൈറ്റായിട്ട് തയ്പ്പിച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ ഡാമേജ് ആവും. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. നമ്മുടെ ഇവിടെ നിന്നല്ല, എവിടെ നിന്ന് എടുത്താലും ആ ഒരു മെറ്റീരിയൽ നല്ല കൂടിയ മെറ്റീരിയലാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. മെറ്റീരിയലിൻ്റെ ത്രെഡൊക്കെ ഭയങ്കര ടൈറ്റായിട്ട് തയ്പ്പിക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏകദേശം ലുക്ക് വരുന്നത്. പിന്നെ നമ്പർ വരുന്നത് T834, റേറ്റ് 4690. ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന എല്ലാം തന്നെ ഈ ഒരു പാറ്റേണിലുള്ള ഐറ്റംസ് ആട്ടോ. നമുക്ക് ആ ഒരു കോമ്പിനേഷൻസ് ഒക്കെ ഇതുപോലെ വരുന്ന ഐറ്റംസ് ആണ്. ദുപ്പട്ട എല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ഡിഫറെൻ്റ് ആണ്, കോമ്പിനേഷൻസും ഡിഫറെൻ്റ് ആണ്. ഇത് കണ്ടില്ലേ, ഒരു സ്ക്വയർ പാറ്റേണിലുള്ള ഡിസൈൻ അതിൽ കൊടുത്തേക്കുന്നത്. നല്ല രസമുള്ള കളർ കോമ്പിനേഷൻ മാത്രമായിട്ട് എടുത്തേക്കുന്നത്, നല്ല സെലക്റ്റീവായിട്ട്. ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതിലെ ആ ഒരു പീച്ച് കൂടിയിട്ടുള്ള ഷെയ്ഡാണ്. ബോട്ടം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നോർമൽ സെമി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. കോട്ടൺ സിൽക്ക് ഒക്കെ ആയിരിക്കും കൂടുതൽ വരുന്നത്. ടോപ്പും ദുപ്പട്ടയാണ് പ്യുവർ നല്ല ടെസറിൻ്റെ മെറ്റീരിയൽ വരുന്നത്. അത് പ്യുവർ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇത് ഫുൾ വ്യൂവിൽ ഇങ്ങനെ വരും. നമ്പർ T796, റേറ്റ് സെയിം തന്നെ. അടുത്ത നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡ് കോമ്പിനേഷൻ ഇതാട്ടോ. മെറൂൺ ആണ് ബോട്ടം വരുന്നത്. ഇത് ലിനൻ കോട്ടൺ ബ്ലെൻഡഡ് ഫാബ്രിക് ആണ്. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ടയുടെ ഡിസൈൻ അതുപോലെ വരും. പിന്നെ നമ്പർ വരുന്നത് T795, റേറ്റ് സെയിം തന്നെയാണ്. ലാസ്റ്റ് കളർ കോമ്പിനേഷൻ ഇതാട്ടോ. ഇതും ഒരു പർപ്പിളിൻ്റെ ഒക്കെ തന്നെ ഒരു ഷെയ്ഡാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ബാക്കിയുള്ള ഷെയ്ഡിൽ നമുക്ക് ആഷ്, ബ്ലൂ എല്ലാം കൂടെ ചേർന്നിട്ടാണ് കേട്ടോ. ഇതാണ് ദുപ്പട്ടയുടെ കോമ്പിനേഷൻ വരുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആട്ടോ എല്ലാം. ഫുൾ വ്യൂവിൽ ഇങ്ങനെ വരും. ഇപ്പോൾ ഇത്ര എണ്ണമാണ് ഞാൻ കാണിക്കുന്നത്. ഫോട്ടോസ് ആയിട്ട് കാണണമെങ്കിൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ബൈനോ കൊടുത്തു കഴിഞ്ഞാൽ നേരെ വാട്സപ്പിലോട്ട് നിങ്ങൾക്ക് ഓർഡർ ആയിട്ട് കിട്ടും. ഇത് ഫുൾ വ്യൂവിൽ ഇങ്ങനെ വരും കേട്ടോ. പിന്നെ നമ്പർ T800, റേറ്റ് 4690 ആണ്. 4690.